എന്നിട്ട് താഴാത്ത ഒരുത്തനാണ് ഈ പറയുന്ന ചങ്കപരിവാറുകാരൻ പറഞ്ഞ ഞാൻ വരളെന്ന് അല്ലയോ പോകില്ലേ ഇതിന്റെ പാട് നോക്കി. നേപ്പാളില് നമ്മൾ ഈ ഗോദി മീഡിയ എന്ന് പറയുന്നത് അതായത് പൂർണ്ണമായിട്ടും കള്ളം മാത്രം പറയുന്നു, BJP മോദിയെ പൊക്കിയടിക്കുന്നു. ഒരു സത്യം പറയുന്നതിന്റെ പ്രധാന കാരണക്കാരൻ അർണബ് ഗോസ്വാമി എന്ന് പറഞ്ഞ ആസാമിൽ നിന്ന് വന്ന ആ ജേർണലിസ്റ്റ്, അയാളാണ് ഇത് തുടങ്ങുന്നത്. അതിനുശേഷം ഹിന്ദി മീഡിയ, ഇംഗ്ലീഷ് മീഡിയ കംപ്ലീറ്റ് ആയിട്ട്, അതായത് ജനാധിപത്യത്തിന് 1% പോലും പ്രാധാന്യമില്ലാതെ കള്ളവും കപടതയും മാത്രം നിരത്തി. അത് മലയാളത്തിലെ പല യൂട്യൂബും ചില സാറ്റലൈറ്റ് ചാനൽ ഇത് തന്നെ ചെയ്യുന്നത്. പക്ഷെ നേപ്പാളിലുണ്ടായ ഒരു സംഭവമുണ്ട്. ഇവരെന്താ ആദ്യം ഗോദി മീഡിയ പറഞ്ഞേ? കാരണം ഞാൻ ഉൾപ്പെടെ ആദ്യം അത് വിശ്വസിച്ച് സോഷ്യൽ മീഡിയയാണ് ഇഷ്യൂ, അത് തിരിച്ചു കിട്ടിയ പ്രശ്നം മാറും. അപ്പൊ ഈ ഡൽഹിയിൽ നിന്ന് തന്നെ ഏകദേശം 10-80 ജേർണലിസ്റ്റുകൾ ഇത് റിപ്പോർട്ട് ചെയ്യാൻ അവിടെ പോയിട്ടുണ്ട്, കാഠ്മണ്ഡുവിൽ, നേപ്പാളിന്റെ പല ഭാഗത്തും. അതേപോലെ ഇന്ത്യയുടെ ബോർഡറായിട്ട് കിടക്കുന്ന ബീഹാറിൽ നിന്നും UP നിന്നും മറ്റുള്ള സ്റ്റേറ്റിലെ ബ്യൂറോകളുണ്ട്, അവരും പോയിട്ടുണ്ട്. ഒരു കാര്യം പറയാം, അർണബ് ഗോസ്വാമിയുടെയും ടൈംസ് നൗവിന്റെയും റിപ്പബ്ലിക്കിന്റെയും ഇന്ത്യ ടുഡേയുടെയും ആജ് തക്കിന്റെയും ഇന്ത്യ TVയുടെയും അടിയോടടി കിട്ടുവാണ് അവിടെ. ഇവന്മാര് കാലെ പിടിച്ചാൽ അടി കിട്ടുക, സ്ത്രീകൾക്കുൾപ്പെടെ. നമ്മുടെ മാത്തപ്പന് ഇത് എന്ത് പറ്റിയെന്നില്ലേ നിങ്ങളൊക്കെ ചിന്തിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഓപ്പറേഷൻ സിന്ദൂര് കഴിഞ്ഞപ്പം അവിടുന്ന് തെന്നിത്തെറിച്ച് വന്ന ഏതോ ഒരു മിസൈൽ ഇയാളുടെ തലക്ക് രൂക്ഷമായിട്ട് ഇടിച്ച് കയറിയിട്ടുണ്ട്. ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം പുള്ളി ഇപ്പം അങ്ങനെയൊക്കെ സംസാരിക്കാറ്. പുള്ളിയുടെ ചില വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ സംഘികൾ ഒരുമാതിരി ആ സംഘികളുടെ ആസനത്തിൽ മൂലത്തിലുണ്ടല്ലോ ഈ കുന്തം കയറ്റി വിടുന്ന എറിഞ്ഞ് വിടുക പുള്ളി. ഇവിടേക്കൊക്കെ സംഘികൾ പോയി തെറിച്ച് വെക്കുന്നതെന്ന് പടച്ചമ്പുരാർ പോലും അറിയാത്തൊരവസ്ഥയാണ്. എന്താണേലും നമ്മുടെ മാത്തപ്പനുണ്ടായിട്ടുള്ള ഈ ഒരു ചേഞ്ച്, അല്ലെങ്കിൽ ഈ ഒരു പിരി ലൂസായതാണോ അല്ല പിരി മുറുകിയതാണോ എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. പുള്ളി ഇന്ന് ഈ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ ഗോദി മീഡിയയിൽ, നമ്മുടെ മോദി സ്തുതി പാടുന്ന ഗോദി മീഡിയ, ഗോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഒക്കെ ഇവന്മാരെല്ലാവരും കൂടെ നേപ്പാളിലേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട്. നേപ്പാളിൽ പോയിട്ട് നേപ്പാളിൻ്റെ അവസ്ഥകൾ പറഞ്ഞിട്ട്, അതായത് ഇതാ നോക്കൂ, നേപ്പാളിലോട്ട് നോക്കൂ, ഇവിടെ ഭരണം അസ്ഥിരമായിരിക്കുന്നു, ഇവിടെ എന്താ പറയുക മുസ്ലിം തീവ്രവാദികൾ കടന്നു കയറിയിരിക്കുന്നു, ഇവിടെ ക്രിസ്ത്യൻ ക്രിസ്ത്യൻസ് ഇതാ ഇവിടെ ഈ നേപ്പാളിനെ ഇല്ലാണ്ടാക്കിയിരിക്കുന്നു, നമ്മുടെ ആദ്യമായിട്ടുള്ളൊരു ഹിന്ദു രാജ്യമായിരുന്നു ഇവിടെ, ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഇവിടെ സംസാരിക്കാൻ ആരുമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വാമ്പം ഘോരം പ്രസംഗിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങോട്ട് വെച്ച് പിടിച്ച് വന്മാർക്ക് അവിടെ ചെന്നതിന് ശേഷം ഈ പറഞ്ഞ നമ്മുടെ ഗോദി മീഡിയക്കാരെല്ലാവരും കൂടെ, അതായത് പശുമ്പ മീഡിയൻ എല്ലാവരും കൂടെ എറിഞ്ഞ് തേച്ച് കയറ്റി നാട്ടിലോട്ട് വിട്ടിട്ടുണ്ട്, ഇന്ത്യയിലോട്ട് തിരിച്ചു വിട്ടിട്ടുണ്ട്. ആ വഴിക്ക് വന്നു വരുന്നതാണ് അവിടുത്തെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവന്മാരി നമ്മുടെ നാട്ടിൽ കാണിക്കുന്ന ഈ ഗോദി മീഡിയക്കാരുണ്ടല്ലോ, അതായത് ഗോദി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ താടീജി എന്ത് പറഞ്ഞാലും പുറത്ത് കാണിക്കാണ്ട്, താടീജിൻ്റെ ഒരു ചെറ്റത്തരും ഒരു പരമനാറിത്തരും പുറത്ത് കാണിക്കാണ്ട്, BJP ഭരണത്തിൻ്റെ അവസ്ഥ, വൃത്തികെട്ട അവസ്ഥ, ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്ന അവസ്ഥകളെ പറ്റിയൊന്നും മുന്നോട്ട് പറയാണ്ട് ഏത് നേരം മോദി സ്തുതി പാടിയിട്ട്, അതായത് വിശ്വഗുരു എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഭക്തിമൂത്ത് ഇങ്ങനെ ജീവിക്കുന്ന ഗോദി മീഡിയയും അതിൻ്റെ മുതലാളിമാരെ പറ്റിയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലേ? അപ്പം ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിൽ നിന്ന് ഈ മീഡിയക്കാർ അവിടെ ചെന്നപ്പം അവിടുത്തെ ആൾക്കാർക്ക് വ്യക്തമായിട്ട് അറിയാം അവരെന്താ ചെയ്യുന്നത്, അവരേതാ ചെയ്യുന്നത്. പിന്നെ ഈ ബംഗ്ലാദേശിനൊക്കെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ അവിടുത്തെ ഹിന്ദുക്കളുടെ അവസ്ഥ, അവിടുത്തെ മുസ്ലിങ്ങൾ ഇതാ ഹിന്ദുക്കളെ കൊല്ലുന്നു, ഇതാക്കുന്നു, കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഗോദി മീഡിയ ഇവിടെ ന്യൂസ് ചെയ്യുന്ന പോലെ ഇവന്മാർ അവിടെ ന്യൂസ് ചെയ്യാൻ പോയതാണ്. പക്ഷെ അവിടെ ആകെ ഒരു പെർസെൻറ്റേജുള്ള മുസ്ലിങ്ങൾ അവിടെ കാണാൻ പോലുമില്ല. പിന്നെ ആകെ 1-2% ക്രിസ്ത്യാനികളെ അവിടെ കാണാനില്ല. അവിടെ ഹിന്ദുക്കൾ തന്നെ പുറത്തോട്ടിറങ്ങിയതും ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവന്മാർക്ക് അവിടെ ഇതെല്ലാം കൂടെ കുത്തിക്കയറ്റി ഇവന്മാർ ന്യൂസ് ഇട്ട് കഴിഞ്ഞാൽ ഇവന്മാരുണ്ടല്ലോ ചാണകത്ത് മുക്കിയിട്ട് പശുവിൻ്റെ മൂത്രം കുടിപ്പിച്ച് അല്ല കരിയോല വെച്ച് കത്തിച്ച് കൊല്ലേണ്ട ദേഷ്യം അവിടുത്തെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കുണ്ട്. കാരണം അവരിപ്പോൾ അവിടെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് നമ്മുടെ മാത്യു സാമുവൽ വന്നിട്ട് പുള്ളിയുടെ ചാനലിൽ നിന്ന് പറഞ്ഞു. അപ്പം ഞാനിത് കേട്ടപ്പോൾ സത്യമാണോ, ഇങ്ങനത്തെ ന്യൂസ് എവിടെയും കണ്ടില്ല, പ്രത്യേകിച്ച് നമ്മുടെ മലയാളം മീഡിയയിലും ഇതിനെപ്പറ്റിയൊന്നും ചർച്ച ചെയ്തില്ലല്ലോ വെച്ചിട്ട് വെറുതെ ഒന്ന് ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ സത്യമാണ്. വെറുതെ നിങ്ങളൊന്ന് ഗൂഗിൾ എടുക്കുക, സെർച്ച് ചെയ്യുക ഗോദി മീഡിയ ഇൻ നേപ്പാൾ ദ സിറ്റുവേഷൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. ഇവന്മാരെ പച്ച തെറി പറഞ്ഞു അടിച്ച് അവിടെ നിന്ന് ഓടിക്കുക ഗോദി മീഡിയക്കാരെ. അത് മാത്രമല്ല യൂട്യൂബ് എടുത്ത് നോക്കിയാൽ ആ വീഡിയോ ക്ലിപ്പ് വരെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ആ വീഡിയോ ക്ലിപ്പിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ വെച്ചിരാം, ഒന്ന് കാണുക, എന്നിട്ട് നമുക്ക് ഇച്ചിരി പറയാനുണ്ട്. Your support में हम आपके support में. No, I don't want to support. Okay. We don't want to support. Okay. हमें ये माले कांग्रेस सागर नेपाली झंडा चाहिए. Okay. We don't want to support. We are Nepali. Oh my God. चाहते हैं तुम निष्पक्ष हो, ईमानदार हो, फेडरलिज्म के ഇങ്ങനത്തെ ഒരു ക്ലിപ്പല്ല കേട്ടോ, അങ്ങനത്തെ 100 ക്ലിപ്പുകൾ ഇറങ്ങി വന്നിട്ടുണ്ട്. അതും ജസ്റ്റ് സെർച്ച് ചെയ്തൊക്കെ അങ്ങ് കിട്ടും. ഞാൻ ഈ കാര്യത്തിലോട്ട് വരാം. എന്തുകൊണ്ടാണ് നേപ്പാളികൾ, അതായത് നേപ്പാളീസ് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൊട്ടസ്റ്റിന് വന്നത് നമുക്കറിയാം. അവിടെ
ക്രിസ്ത്യാനികൾ ബുദ്ധിമുട്ടില്ല, ബംഗ്ലാദേശിലോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞ പോലെ അതെല്ലാം അവിടെ നടന്നതെന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഗോധി ചെയ്യുന്ന ഒരു ചെറ്റത്തരം പുറത്ത് കാണിക്കാണ്ട് ഗോധി മീഡിയ എങ്ങനെയാണോ കാര്യങ്ങൾ അടക്കി വെക്കുന്നത് അതേ അവസ്ഥ തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷേ ഇവിടെ കുറച്ചും കൂടെ ഒക്കെ മാധ്യമ സ്വാതന്ത്ര്യം കുറച്ചും കൂടെ നമ്മൾ അങ്ങ് മാധ്യമ സ്വാതന്ത്ര്യം ഇൻഡസ് എടുത്ത് നോക്കിയാൽ 125 സ്ഥാനത്ത്, അത് വേറെ കാര്യം. എന്നാലും നമ്മുടെ നാട്ടിൽ കുറച്ചൊക്കെ അല്ലാത്ത ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ അപ്പുറത്തും അറിയുന്നുണ്ട്. പക്ഷേ നേപ്പാളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അങ്ങനെയല്ല. അവിടുത്തെ ഭരണപക്ഷം കംപ്ലീറ്റ്ലി ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവിടുത്തെ മീഡിയനെ, അവിടുത്തെ ഗോധി മീഡിയ, അവിടുത്തെ ശർമ്മ മീഡിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നേപ്പാളിലെ ജൻസിക്ക് അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് അവിടുത്തെ അവസ്ഥ, യഥാർത്ഥ അവസ്ഥയും കാര്യങ്ങളും പ്രൊട്ടസ്റ്റും കാര്യങ്ങളും അവർക്ക് പറയാൻ പറ്റുന്നത് ത്രൂ ഈ സോഷ്യൽ മീഡിയയെ കൂടി. ഇത് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും അതുപോലെ തന്നെ യൂട്യൂബൊക്കെ ആയിരുന്നു. അപ്പം അതിലും കൂടെ ഒരു പിടുത്തം ഇല്ലെങ്കിൽ അവിടുത്തെ ഭരണത്തിൽ കാണിക്കുന്ന അഴിമതിയും ബാക്കി നെപ്പോട്ടിസും അഴിമതിയും ചെറ്റത്തരൊക്കെ പുറത്തോട്ട് ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഇവന്മാർ അതും കൂടെ അങ്ങ് ബ്ലോക്ക് ചെയ്തു. അത് ബ്ലോക്ക് ചെയ്തപ്പോഴാണ് എല്ലാവരും കൂടെ അണ്ണ പൊട്ടിയിരിക്കുന്ന അവസ്ഥയിൽ ആ പൊട്ടൽ പൊട്ടി ജൻസിയെല്ലാം കൂടെ പുറത്തോട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു ഭരണമില്ല, ഒരു തേങ്ങയില്ല, ഒരു മാങ്ങില്ലാത്ത അവസ്ഥയിലോട്ട് നേപ്പാളിനെത്തിയത്. അപ്പോൾ ഇത് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. ഇതിൻ്റെ ഇടയിൽ പോയിട്ട് ഇസ്ലാമിക് തീവ്രവാദവും ക്രിസ്ത്യൻ തീവ്രവാദവും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നിൻ്റെയൊക്കെ അണ്ണാക്കിലോട്ട് അവന്മാർ ചാണകം കയറ്റി ഇങ്ങോട്ട് വിടും എന്നുള്ളത് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇവർ ഇന്ത്യയിൽ കാണിക്കുന്ന എന്ത് ചെറ്റത്തരും കാണിച്ചു കഴിഞ്ഞാൽ ആ ചെറ്റത്തരം അതുപോലെ ഇവർ ഛർദ്ദിക്കും, നമ്മുടെ സംഘികളെ നക്കി കുടിക്കും, എന്നിട്ട് വീണ്ടും സംഘികൾ വോട്ട് ചെയ്യും. അതായത് ഈ അന്ധവിശ്വാസം കാരണം അന്ധവിശ്വാസം കാരണം ഇവന്മാർ വോട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ നിന്ന് ഇത്തിരി തിരിഞ്ഞ് ചിന്തിച്ച് അവിടുത്തെ ആൾക്കാർ ഇപ്പോൾ ഈ അവസ്ഥയിലോട്ട് എത്തി. ഇന്ത്യയും ഒരു കാലത്തെ അവസ്ഥയിലോട്ടൊക്കെ എത്തും. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പോക്ക്. ഒരു ലിമിറ്റ് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ഏത് ഗോസ്വാമികളും, അതായത് ഏത് ഗോസ്വാമികൾ എന്തൊക്കെ വാർത്ത പറച്ച് വിറ്റായാലും അതിനെതിരെ തിരിയാൻ ഒരു സമയത്ത് എല്ലാവരും വരും. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തോ ഈ ബീഹാറിലെ ഈ വോട്ട് ചോരിയുടെ യാത്ര. ഏതെങ്കിലും ഗോധി മീഡിയയിൽ അത് യഥാർത്ഥം വന്നിട്ടുണ്ടോ? അതിൻ്റെ യഥാർത്ഥ ലൈവ് ഷോട്ടും ലൈവ് ഷൂട്ടും എത്ര ആയിരുന്നു നിങ്ങൾക്ക്, എത്ര ലക്ഷക്കണക്കിൽ ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ടുള്ള ആ പ്രോഗ്രാമിൻ്റെ കുറേ ക്ലിപ്പുകളുണ്ട്, എടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഒരൊറ്റ ഗോധി മീഡിയയിൽ അത് വന്നിട്ടില്ല. അത് കണ്ട് അതുപോലെ നമ്മുടെ നാട്ടിലെ എല്ലാ സംഘപരിവാണങ്ങളും TG നമ്മുടെ വെറയൻ മോഹൻദാസ് അടക്കം കഴിഞ്ഞ ദിവസം ചാനലിൽ വന്നിട്ട് ബീഹാറിലെ രാഹുലിൻ്റെ ഈ യാത്ര വളരെ മോശമായിരുന്നു, ആകെ 10,000-4,000 ആൾക്കാർ വന്നിട്ട് ആകെ യാത്ര വളരെ മോശമായി പോയി, ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാണ് ആ പരിവാണം വരെ ഇവിടെ വന്ന് വിളമ്പിയത്. അത് കണ്ടിട്ട് കൈയടിക്കുകയാണ് നമ്മുടെ നാട്ടിലെ സംഘികൾ. യഥാർത്ഥത്തിൽ അവിടെ എത്ര പേര് വന്നു, എന്തായിരുന്നു യാത്രയുടെ അവസ്ഥ എന്ന് അതിൻ്റെ യഥാർത്ഥ വീഡിയോ ഗോധി മീഡിയ അല്ലാത്ത ചാനലുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. അതേ ദിവസം ഈ പറഞ്ഞ ബീഹാർ യാത്രയുടെ അതേ സമയത്ത് നമ്മുടെ മോദിജി അവിടെ നിന്ന് പോയിരുന്നു. മോദിജി പോയടുത്ത് ആളെ കിട്ടാനായിട്ട് അവിടുത്തെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന, അതല്ലാണ്ട് ഇപ്പുറത്ത് നമ്മുടെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഇന്ത്യ മുന്നണിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് 1000 രൂപയും VIP പാസും കൊടുത്ത് മോദിയുടെ മറ്റേ സ്റ്റിക്കർ ഒട്ടിച്ച് തൊപ്പിയും വെച്ചതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിൻ്റെ മൊത്തം വീഡിയോസ് ക്ലിപ്പ് വെച്ച് നമ്മൾ ചെയ്തിരുന്നു. അപ്പം ഇങ്ങനെയാണ് മോദിജി അവിടെ ആളെ കൂട്ടിയിരുന്നു. എന്നിട്ട് പോലും ആകെ 10,000-4,000 ആൾക്കാർ മാത്രം വന്ന് മോദിജി ഒരൊറ്റ ദിവസം അവിടെ നിന്നിട്ട് ബാലും മടക്കി ഓടുക ചെയ്തത്. ഒരു തേങ്ങക്കും പിന്നെ മോദി അങ്ങോട്ട് പോയിട്ടില്ല. അതേ സ്ഥാനത്ത് 15 ദിവസം ഓരോ ലക്ഷക്കണക്കിൽ വെച്ചിട്ട് ആൾക്കാരാണ് രാഹുലിൻ്റെ യാത്രയിൽ അവിടെ നിന്നും ഇവിടുന്ന് റോഡ് വരെ കംപ്ലീറ്റ് റോഡ് ബ്ലോക്കായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അതൊന്നും നമ്മുടെ ഗോധി മീഡിയ കാണിച്ചിട്ടില്ല. ഇതുപോലത്തെ ഒരു മീഡിയ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആൾക്കാരെല്ലാവരും കൂടി അവിടുത്തെ മീഡിയ ഹൗസ് വരെ കത്തിച്ച് കളഞ്ഞത്. നമ്മുടെ അവിടുത്തെ പാർലമെൻറ്റ് കത്തിച്ചു, എല്ലാം കത്തിച്ചു. അതിൻ്റെ കൂടുതൽ മീഡിയ ഹൗസ് വരെ അവിടെ കത്തിച്ച് കളയാനുള്ള കാരണം ഇതായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഗോധി മീഡിയ ഇമ്മാതിരി ഊളാക്കിയും കാണിച്ച് അവിടെ പോയിട്ട് ന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവന്മാരെ പിന്നെ ഇതല്ലാണ്ട് എന്തെങ്കിലും അവിടുത്തെ ആൾക്കാർ ചെയ്യും. അപ്പം ഇതാണ് അവിടെ നടന്നത്. ഇതാണ് നമ്മുടെ മാത്തപ്പൻ എടുത്തിട്ട് വീഡിയോ ഇട്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ സെർച്ച് ചെയ്ത് പോയതും സത്യമെന്ന് മനസ്സിലായതും കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിച്ചെന്നു. ഇനി അത് മാത്രമല്ല കേട്ടോ, ഈ ഗോധി മീഡിയ അവിടെ പോയിട്ട് പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. അതായത് നേപ്പാൾ കത്തി, ശ്രീലങ്ക കത്തി, പാകിസ്ഥാൻ കത്തിക്കൊണ്ടിരിക്കുന്നു, ബംഗ്ലാദേശ് തീർന്നു, മക്കളെ അട്ടവട്ടെല്ലാം മൂഞ്ചി, നോക്കൂ ഇന്ത്യയിലോട്ട്, നമ്മുടെ താടിജി ഭരിക്കുന്ന ഇന്ത്യ, താടിജിയുടെ താടി പോലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ
എന്നൊക്കെ പറഞ്ഞ് തള്ളാൻ വേണ്ടിയിട്ടും കൂടെ അവന്മാരവിടെ പോയത്. അതാണ് നമ്മുടെ മലയാളത്തിലെ പല ചാനലുകളും നമ്മൾ ഇന്നലെ നേരത്തെ വീഡിയോ ഇട്ടിരുന്നു അല്ലേ, നമ്മുടെ നാട്ടിലെ, അതായത് മോദിജിയാണ് ഇനി നേപ്പാളിൻ്റെ അടുത്ത പ്രധാനമന്ത്രി, മോദിജി ആളെ വിട്ടിട്ടുണ്ട്, നേപ്പാളൊക്കെ ഇപ്പം നമ്മുടെ കയ്യിലോട്ട് കയറി വരും, കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തൊരു മോദിജിയാണ് നേപ്പാളിൻ്റെ സർവ്വ ഗുരു എന്നോ അല്ലെങ്കിൽ വിശ്വഗുരു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ ഒരുപാട് തള്ളുതല്ലേ വീഡിയോ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് ഗോദി മീഡിയയിലും വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോർത്ത് ഇന്ത്യയിലെ സംഘികളെ സൂചിപ്പിക്കാനും നമ്മുടെ നാട്ടിലെ സംഘികളെ സൂചിപ്പിക്കാൻ നമ്മുടെ നാട്ടിലെ സംഘപരിവാണ ചാനലുകളും ഇതൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സംഘപരിവാണങ്ങൾ എല്ലാവരും കൂടെ വാണം വിട്ട് ഇത് തള്ളി പോവുക എന്നുള്ളത് നേപ്പാളിലെ ഈ പറഞ്ഞ ജൻസിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇമ്മാതിരി പരിപാടി കാണിച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതെല്ലാത്തിനപ്പുറം കിട്ടും എന്നുള്ളത് ഇന്നത്തോടുകൂടി നമ്മുടെ സംഘപരിവാണ ചാനലും ഗോദി മീഡിയക്കും വ്യക്തമായിട്ട് മനസ്സിലായി. ഇനി ഇതിൻ്റെ അപ്പുറത്ത് ഇവന്മാർ വന്ന് തള്ളും. ഇവിടെ വന്ന് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ഗോസ്വാമിമാരൊക്കെ ഉണ്ടല്ലോ, അതായത് പശുമ്പസ്വാമിമാരും ഇവന്മാരെ ചാനലിലൊക്കെ കുത്തിയിരുന്നിട്ട് ഇവന്മാരിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും. ഈ തള്ളു കേട്ട് സുഖിച്ച് അവർ ഛർദ്ദിക്കുന്ന അതുപോലെ നക്കി തുടച്ച് കയറ്റി അണ്ണാക്കിലേക്ക് ഇട്ടിട്ട് നമ്മുടെ നാട്ടിലെ സംഘികളും അത് കണ്ടിട്ട് നിർവൃതിയായിട്ട് ഇങ്ങനെ അടങ്ങി ചത്ത് കൊണ്ടടങ്ങും. അത്രയേ ഉള്ളൂ.